കേരള ഇപ്പോൾ സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു യു എന്താണ് വേ ഔട്ട്, എന്താണ് കേരളം എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഒരുപാടധികം പബ്ലിക് സെക്ടർ യൂണിറ്റ് ഉണ്ട്. അതൊന്നില്ലെങ്കിൽ മെർജ് ചെയ്യുക, അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു പ്രൈവറ്റൈസ് ദം ഓർ സെൽ ഓഫ് ഇൻ റിയൽ എസ്റ്റേറ്റ്. അതൊരു വലിയ കാര്യമാണ്. ദേ ഹാവ് ഗോട്ട് ടു മെനി ഓഫീസസ് ഓൾ ഓവർ ദ പ്ലേസ്. വെറും കോസ്റ്റാണ്, കോസ്റ്റ് സെൻറ്റേഴ്സാണ്. ഒരുപാട് വണ്ടിയുണ്ട്. ഞാൻ ഇത്രയൊന്നും വണ്ടികൾ കണ്ടിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്. ഞാൻ ആദ്യം വരുമ്പോൾ സബ് കളക്ടറായിട്ട് ദേവികുളത്തായിരുന്നു. ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അത് ഗരാജിലായിരുന്നു. അത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് റിപ്പയർ ചെയ്യാൻ സാങ്ഷൻ ഇല്ല. ഞാൻ ഓഫീസിലേക്ക് ബസ്സിൽ പോകും, ഫ്രം മൈ ഹൗസ് ടു ദി ഓഫീസ്. ഇത് നോട്ട് ലോങ്, അബൌട്ട് 2 kilometers. പക്ഷേ ഹില്ലായതുകൊണ്ടേ ദേവികുളത്ത് ഐ ഹാഡ് ടു ടേക്ക് എ ബസ്. ആൻഡ് പിന്നെ ട്രാവലിംഗ് ഓൾസോ ഐ ഹാഡ് ടു ബോറോ ജീപ്സ് ഫ്രം ഹിയർ ആൻഡ് ദെയർ. ഈ GST ഷുഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ടു കേരള, ബിക്കോസ് ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സാണ്. ആൻഡ് വി ആർ ദ ബിഗസ്റ്റ് കൺസ്യൂമേഴ്സ് ഇൻ ദ ഹോൾ കൺട്രി. അപ്പോൾ ഒരുപാട് പൈസ നമുക്ക്, ബട്ട് സംഹൗ ഐ ഡോണ്ട് നോ ഇഫ് ദി എൻറ്റയർ എമൗണ്ട് ഇസ് കമ്മിങ് ഇൻ. അതിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യമുണ്ട്. അതല്ലാതെ പിന്നെ എക്സൈസ് മാത്രമേ ഉള്ളൂ. എക്സൈസ് മൈ വ്യൂ ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ലിബറലൈസ്ഡ്. കുറേയും കൂടി ലൈസൻസസ് കൊടുത്തിട്ട് യു സ്റ്റാർട്ട് സെല്ലിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പക്ഷേ അതൊരു പ്രൊഹിബിഷൻ ഹാസ് ബിക്കം എ കൈൻഡ് ഓഫ് എ മാഡ്നെസ് ഫോർ us. ആൻഡ് ഇറ്റ്സ് അതൊരു പ്രശ്നമായിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി പ്രോബ്ലം. ദാറ്റ് മേക്ക് ഇറ്റ് ഓപ്പൺ, മേക്ക് ഇറ്റ് ലെറ്റ് എവ്രിബഡി ഡ്രിങ്ക് ഹു വാണ്ട്സ് ടു ഡ്രിങ്ക്. പ്രശ്നം ഉണ്ടാവില്ല. അതിൽ നമ്മൾ പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വേറെ ഉള്ളത് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. നോ അതർ ഇൻകം. ആക്ച്വലി ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ 16th ഫൈനാൻസ് കമ്മീഷൻ. ഇപ്പോൾ ഒരു ഫൈനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. യു മസ്റ്റ് സീ ദറ്റ് എ ഗുഡ് ഷെയർ കംസ് ടു ദ സ്റ്റേറ്റ് ആൻഡ് കംസ് ടു ദ സ്റ്റേറ്റ്സ് ഫസ്റ്റ്, എല്ലാവരും കൂടിയിട്ട്, ആൻഡ് ദെൻ ടു ദ സ്റ്റേറ്റ്. അത് വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് more money in your hands. Reduce your expenditure wherever possible. നമ്മൾ കുറേയൊക്കെ ഐഡിയോളജി വെച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. വി ഹാവ് ടു ബി ഓപ്പൺ. ഇറ്റ്സ് മൈ ഫീലിംഗ് ഇസ് ദറ്റ് നേരത്തെ പറഞ്ഞ മാതിരി 1991 ഇന്ത്യയുടെ സിറ്റുവേഷനാണ് ഇപ്പോൾ കേരളത്തിന്. there we were forced to make changes. അതേമാതിരി we should not hesitate to make changes. You have to take those measures. ചെയ്യാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. അത് സെൻറ്ററിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യു ഷുഡ് ലുക്ക് അറ്റ് യുവർ ഓൺ ഹൗസ് ഓൾസോ. അതെ അതെ. ഈ ശമ്പളം പെൻഷൻ ഇതിൽ കൂടുതൽ ഒരു ക്യാമ്പ് വേണ്ടതല്ല. ഇങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ എന്ന് പറയുന്നത് ഇത്ര കാലം ജീവിക്കാൻ പാടുള്ളൂ. അതിനൊരു വേറെ എന്തെങ്കിലും തരത്തിൽ, കാരണം ബാക്കിയുള്ള ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ടല്ലോ. ഇത് ഒരിക്കൽ സർവീസിലെത്തി. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദി ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഇപ്പോൾ 56, 57 വെച്ചിട്ട് എന്താ കാര്യം? ഐ മീൻ people are young at 57. So the other, if you make it now 65, people are perfectly in command of their senses. They can work. And ആ 8 കൊല്ലത്തെ പെൻഷൻ കൊടുക്കേണ്ടി വരില്ല. അത് നടക്കില്ല. ബിക്കോസ് they will say unemployment വരുന്നു. Employment through government will be difficult. നമുക്ക് എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഗവൺമെൻറ് കനോട്ട് ബി എ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഗവൺമെൻറ് ഹാസ് ടു ഡു മെനി തിങ്സ് ആൻഡ് it needs to take, I mean, as many people as needed and what we can afford. അതാണ് പ്രശ്നം. ഈ 5-year പേ റിവിഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എല്ലാ 5 ഇയറും ഇല്ല 10 കൊല്ലം മതി.
10 കൊല്ലം ഇപ്പോൾ മറ്റേത് 8th ഫൈനാൻസ് കമ്മീഷൻ ഇപ്പോൾ വന്നിട്ട് കൂടിയില്ല ഇതുവരെ. 7th ഇൻ ദ സെൻറ്റർ ഇനിയും അനൗൺസ് ചെയ്തിട്ട് കൂടിയില്ല. വേർ യു ഹാവ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, ഇത് നമ്മൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ആൻ എംപ്ലോയി ഓറിയൻറ്റഡ് ഗവൺമെൻറ്. സർ, ഈ എംപ്ലോയീസിൻ്റെ നമ്പർ കുറയ്ക്കുന്നത് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്നത് ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി അപ്പോയിൻമെന്റ് നടത്തിയ സംസ്ഥാനം ഒരു ക്രെഡിറ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ എംപ്ലോയീസിന്റെ എണ്ണം ഇത്രയും വേണം, അല്ലെങ്കിൽ അത് കുറയ്ക്കേണ്ടതല്ലേ ഈ ടെക്നോളജി ഒക്കെ ഇത്രയും കൂടിയ? എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ചില ഓഫീസസിൽ ഒന്നും നടക്കുന്നില്ല, നമുക്കറിയാം. സോ യു ഹാവ് ടു റാഷണലൈസ് യുവർ സ്റ്റാഫ് സ്ട്രക്ചർ. വേണ്ടത്ര ചെയ്യേണ്ടി വരും, എന്നാൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മുടെ പ്രോബ്ലം ഈസ് പോപ്പുലേഷൻ. നമ്മൾ ഇഫ് യു കമ്പയർ പോപ്പുലേഷൻ റേഷ്യോ വിത്ത് ദ സ്റ്റാഫ്, കമ്പയർ ഇന്ത്യ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, നമ്മുടെ ഏറ്റവും കുറവാണ്. വി ഹാവ് ഓൺലി അബൌട്ട് 11 in 1 lakh, 11 people for 1 lakh population or something. അങ്ങനെയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ നമുക്ക്. Other states have, other countries have much more. So that is not the issue. We are not, we need to use our staff better. പിന്നെ ഈ പബ്ലിക് സെക്ടർ ഉണ്ടാക്കുന്നത് ഒരു കൺസൾട്ടൻസി ഹാസ് ടു കം ഡൗൺ. ഒരുപാട് കൺസൾട്ടൻസിയിൽ പോകുന്നുണ്ട്. അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലെന്ന് നോക്കിയിട്ട് ചെയ്യണം. ലൈക്ക് സിൽവർ ലൈനൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അത് വാട്ട് വാസ് എ നീഡ്? ഇറ്റ് വാസ് നോട്ട് സംതിങ് ദറ്റ് റെയിൽവേ വിൽ എവർ അഗ്രി. ഒരു എക്സിസ്റ്റിംഗ് ലൈനുണ്ട്, ദേ വിൽ നോട്ട് അഗ്രി ടു സംതിങ് എൽസ്. ചോദിക്കാൻ വിട്ടു ഒരു കാര്യം കൂടെ ചോദിച്ചു നിർത്താം. സാറിൻ്റെ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ജൂനിയർ ആണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ ഗവർണർ. കപ്പിൾ ഓഫ് ഇയേഴ്സ് അല്ല, 15 കൊല്ലം. 15 കൊല്ലം. അയാൾ 85 ബാച്ചല്ല, 78 ആണ്. ഓ ശരി, 8 കൊല്ലം. 76 അല്ല, 76 അല്ല, മേ ബി എൻ്റെ 79 തൊട്ട്. വളരെ ക്ലോസ് ഒന്നുമില്ല. ഐ ഹാവ് നോട്ട് വർക്ക്ഡ് വിത്ത് ഹിം. മേജർ അലിഗേഷൻ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഹി ഷുഡ് ക്ലിയർ ഇറ്റ് അപ്പ്. എൻ്റെ ബിലീഫ് ഇനിയിപ്പോൾ ഇഫ് ഹി ഈസ് ഇന്നസെൻറ്റ്, then why not make it open? പോലീസ് ആരെ എൻക്വയറി ചെയ്താലും എന്തായാലും കുഴപ്പം. പൊളിറ്റിക്കൽ കോൺസ്പിറസി അല്ല, ഇതിപ്പോൾ ഇറ്റ്സ് വെരി ഈസി. ഇഫ് യു ഹാവ് എ CCTV, you just have to show that CCTV. You can open it up and let people know that nothing has happened. It is better for him, അല്ലേ? ഡീലിമിറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് എങ്ങനെ, ഹൗ ഇറ്റ് വിൽ എഫക്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തുന്ന? നമുക്കൊരു ഇതേ സ്ട്രെങ്ത് വെക്കുകയാണെങ്കിൽ പാർലമെൻറ്റിൽ 534 അല്ലേ, 534 or something, നമ്മുടെ ഷെയർ വിൽ കം ഡൗൺ ഫ്രം 20 to 15. കേരള, ഹോൾ ഓഫ് സൗത്ത് ഇന്ത്യ വിൽ കം ഡൗൺ, നോർത്ത് വിൽ ഗോ അപ്പ്. Because our population control ഇല്ലാതെ it is increased. Our population has declined. നമ്മളിപ്പോൾ ഫാമിലി പ്ലാനിങ് ഒക്കെ സീരിയസ് ആയിട്ട്. So we will lose. That means നമ്മുടെ ഇൻഫ്ലുവൻസ് കുറയും. So that is going to happen if delimitation takes place. ഇതുവരെ അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം 2 പ്രാവശ്യം ഡീലിമിറ്റേഷൻ ചെയ്യേണ്ടതായിരുന്നു. അത് വി ജസ്റ്റ് പോസ്റ്റ്പോൺഡ് ബൈ 10 more years. അത് ഇനിയിപ്പോൾ അവർ ചെയ്യുമല്ലോ എന്നറിയില്ല. അഗെയിൻ ആസ് ഐ ടോൾഡ് യു, പല ഇഷ്യൂസും ഈ പാർലമെൻ്റ് സ്ട്രക്ചർ മാതിരി ഇരിക്കും. ഇഫ് ഇറ്റ് ഈസ് ടു മച്ച് ഓൺ വൺ സൈഡ്, ഇറ്റ് വിൽ എഫക്റ്റ്. ഇപ്പോൾ നമുക്കൊരു വേണ്ടതൊരു നല്ല ബാലൻസാണ്. ടാക്സിന്റെ ഷെയറിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരള is being punished for its performance എന്ന് പറയുന്നത് സൗത്ത് പോപ്പുലേഷൻ കൺട്രോൾ ഒക്കെ ചെയ്തതുകൊണ്ടാണ്. They are getting punished politically. Correct.
സർ ഒരു കാര്യം കൂടെ ലൈറ്റർ വെയിലിൽ ചോദിക്കുകയാണ്. ഈ സെക്കൻഡ് UP ഗവൺമെന്റ് സമയത്ത് ഡൽഹിയിലെ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിൽ ഒരു മലയാളി കോട്ടറി ഉണ്ടായിരുന്നു സ്ഥിരം. അതിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കൂട്ടറി ഉണ്ടായിരുന്നു പറയുന്നു. ഇപ്പോൾ യു ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി ബ്യൂറോക്രസി ഇൻ ഡൽഹി, മിക്കവാറും എല്ലായ്പ്പോഴും യു വിൽ ഫൈൻഡ് ഇറ്റ് ഇസ് ഡോമിനേറ്റഡ് ബൈ ഉത്തർപ്രദേശ്. അപ്പോൾ ആരും ഉത്തർപ്രദേശ് കോട്ടറിയെ പറ്റി പറയില്ല. ആൻഡ് ഇപ്പം നൗ യു ലുക്ക് അറ്റ് ഇറ്റ്, യു വിൽ ഫൈൻഡ് എൻ ഒഡീഷ കോട്ടറി. Most of the secretaries, Odisha, number of secretaries are Odisha. Gujarat കോട്ടറി പറ്റി And of course Mishra is also there. നമ്മുടെ അതെ പലരും ഉണ്ട്. ഇറ്റ്സ് ഒരു കോട്ടറി ഉള്ളതായി തോന്നുന്നു. സോ കേരള വരുമ്പോൾ ദേ ഗെറ്റ് അപ്സെറ്റ്, ബട്ട് UP ക്യാൻ ഹാവ്. ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് ഒരുമിച്ച് വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് സെക്രട്ടറി, പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഹോം സെക്രട്ടറി, ലോക്സഭ സെക്രട്ടറി ജനറൽ, എല്ലാവരും മലയാളികൾക്ക് ഇരിക്കുന്നത്. ലോക്സഭ സെക്രട്ടറി ഉണ്ടായിരുന്നു ആചാര്യ. അല്ല, പക്ഷേ ആ സമയത്ത് ദ തിങ് ഈസ് TK നായർ എടുക്കാൻ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഹീ ക്യാൻ സ്പീക്ക് പഞ്ചാബി ആൻഡ് ഹി ഹാഡ് ലോട്ട് ഓഫ് റെപ്യൂട്ടേഷൻ ഇൻ പഞ്ചാബ്. അതുകൊണ്ടാണ്. ആൻഡ് മൻമോഹൻ സിംഗ് വാസ് ഓൾസോ ഫ്രം പഞ്ചാബ് ബേസിക്കലി. സോ ദാറ്റ് വാസ് ദ റീസൺ ഹീ ടുക്ക് ഹിം. പിന്നെ ആദ്യം പിന്നെ ഉള്ളത് നാരായണനാണ്. GK Pillai Home Secretary. That he was earlier Commerce Secretary also, but he was there on pure merit. He was such a fine officer. And Mikavaram, you see, our Samet, what happened was, then many of us matured together. Our Samet, our seniority like one. Palarum ഉണ്ടായിരുന്നു from Kerala cadre at that time. And all of us were in Delhi. All of us had good records. So naturally there was no reason why Kerala, like UP, can also get its share.